Hey guys, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഇന്ന് വീക്കെൻഡ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി വല്യമ്മയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ രാവിലെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ആണ്. ഇത് ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. സമയം ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കുള്ള ബ്രെഡ് ടോസ്റ്റ് മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പ്ലേറ്റിലേക്ക് ഇടുന്നു, കഴിക്കുന്നു, വേഗം റെഡി ആവുന്നു, നമ്മൾ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് വേഗം റെഡിയാക്കി കഴിക്കട്ടെ കേട്ടോ. ടാറ്റാ. മാമൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മാമനുള്ള ചായയും ഉണ്ടത്തില്ല. ഇതെനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ബ്രെഡാണ്. എനിക്ക് ഉണ്ടാക്കിയതായോണ്ട് ഇങ്ങനെ കഴിച്ചു. ഇതാണ് എൻ്റെ പ്രാന്തനായ അനിയൻ. ആക്ച്വലി ദിസ് ഈസ് എ പ്രാന്തൻ. ഈ ജാമ് കണ്ടോ ഗൈസ്, നമ്മൾ ഇതും നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് നമ്മൾ തേച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇത് ആൻറ്റി അവിടെ പോയപ്പോൾ കൊടുന്നതാണ്. ഭയങ്കര ലിക്വിഡ് ആയിട്ടുള്ളതാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. മിക്സ്ഡ് ഫ്രൂട്ടാ തോന്നുന്നു. ബ്രെഡ് ടോസ്റ്റിൽ ജാം എഴുതിയിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. കുഴപ്പമില്ല, ബ്രെഡ് ടോസ്റ്റ് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഞാൻ ഒരു സൈഡ് മാത്രമേ ജാം വെച്ചിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കഴിക്കാൻ കൊള്ളാം. ഇന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ തിരുമ്പാനുണ്ട്. അത് കഴിഞ്ഞ് വേമ്പോ കുളിച്ചിട്ട് ഡ്രസ്സ് മാറി വേറെ വല്യമ്മയുടെ വീട്ടിൽ പോകും. ഉച്ചത്തെ ഫുഡൊക്കെ അവിടെ നിന്നായിരിക്കും കേട്ടോ. അതുകൊണ്ട് ചെറിയ പ്ലാൻ എന്തെങ്കിലും അവിടെ അടുത്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമോയെന്ന് അറിയില്ല. ഇതൊക്കെ എൻ്റെ പ്ലാനാണ് കേട്ടോ. അവിടെ പോയതിനു ശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ വേഗം പോയി ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് വേഗം റെഡി ആയിട്ട് വരാം. അപ്പം ഞാനിതാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനമ്മ ഇപ്പോൾ വരും കേട്ടോ. നമ്മൾ കുറച്ച് കൊണ്ടുപോകാൻ പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. റംബൂട്ടാൻ്റെ തയ്യാ തോന്നുന്നു. അത് നമ്മൾ കാനൂൽ വെച്ചിട്ട് കാണിച്ചു കേട്ടോ. കണ്ടില്ലേ ഗൈസ്, അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അച്ഛൻ എങ്ങനെ ഇവിടെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പോകും. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1/4 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ട്രാവൽ ചെയ്യാൻ. പിന്നെ അനിയൻ ഡയറക്റ്റ് വരികയാണ്. അവൻ മുടി വെട്ടാൻ പോയിക്കാണ്. അവൻ ഇപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ അവൻ പോയിട്ട് മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഇത് അച്ഛനമ്മ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെടിയൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് ഒരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ എത്താം. 1/4 മണിക്കൂർ ഇരുന്നാൽ മതിയല്ലോ. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് കിടക്കണ റോഡാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ 2 ആഴ്ച മുമ്പുള്ള ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്ന് നല്ല മഴയുള്ള സമയമില്ല, പക്ഷേ ഇന്ന് വലിയ മഴയില്ലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ, ഇടയ്ക്ക് മഴ ചാറും, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. രാത്രി ആയപ്പോൾ കുറച്ച് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ നമ്മൾ സാധാരണ ബേക്കറിയൊക്കെയാണ് വാങ്ങാറ്. ഇന്ന് കുറച്ച് ഹെൽത്ത് ആയിക്കോട്ടെ എന്ന് കരുതി ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ കുന്നംകുളത്ത് ഇറങ്ങിയ ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ടോ. അവിടെ കുറേ റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. റംബൂട്ടാൻ്റെ സീസണല്ലേ, വഴിയിലൊക്കെ ഇങ്ങനെ കുറേ റംബൂട്ടാൻ വിൽക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ അതല്ല കേട്ടോ വാങ്ങിയത് മാങ്ങയും പിന്നെ അതേപോലെ ഈ മഞ്ഞ കളർ ഡേറ്റ്സ് കണ്ടോ, അതുമാണ് വാങ്ങിയത്. അങ്ങനെ അതൊക്കെ ഒരു കവറിലാക്കി വാങ്ങി നമ്മൾ നേരെ വല്യമ്മയുടെ വീട്ടിലോട്ടാട്ടോ ഇനി പോണത്. അപ്പോൾ പോണ വഴിക്ക് തന്നെ ഡേറ്റ്സിന് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കാറിൽ ഒരു വെള്ളം കുപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴുകിയിട്ട് കുറച്ച് കഴിച്ച് നോക്കി. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഒരു കറയുടെ ഒരു ചുവട് ചെറുതായിട്ട്, പക്ഷെ മധുരമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വല്യമ്മയുടെ വീടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇത് നമ്മുടെ ഈ മതിലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ ചിന്നേച്ചിയും ബാഗുമൊക്കെ നിൽക്കണ്ടായിരുന്നു. എന്നെ കണ്ട പുള്ളി കയറിപ്പോയി വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ അതെല്ലാവരും പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ വല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആരൊക്കെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ വല്യമ്മ. വല്യമ്മക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം പിന്നെ ചോദിക്കാം. ചിന്നേച്ചി ഇപ്പൊ എവിടെന്ന് വരുന്നത്? കാനഡയിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. ഇത് അമ്മേച്ചി, എൻ്റെ ഏറ്റവും മൂത്ത വല്യമ്മയുടെ കസിൻ. ഇത് വല്യച്ഛൻ, ഇത് അച്ഛൻ, ഇത് ദത്തേട്ടൻ അമ്മേച്ചിയുടെ ഹസ്ബൻഡാണ്. എൻ്റെ മൈസൂർ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഗൗരീനെ എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഉള്ളിൽ കയറാട്ടോ. ദിസ് ഈസ് ബാഗു. ഇത് വല്യമ്മയുടെ 3ാമത്തെ കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് വളർന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് ഫുഡ് കഴിക്കാം. ഇത് അമ്മേച്ചി ഉണ്ടാക്കിയ സ്പെഷ്യൽ ജ്യൂസാണ്. മാംഗോ ചമ്മന്തി ജ്യൂസോ അങ്ങനെ എരിവാട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമുള്ള മാങ്ങയാണ്. അതിൽ മറ്റേ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് അങ്ങനെ എന്തോ ജ്യൂസാണ്. റെസിപ്പി നമുക്ക് അമ്മേച്ചോട് വയ്ക്കാം. ബാഗു എൻ്റെ മുടി കെട്ടിയെന്താട്ടോ, എന്തോ ഫിഷ് ബ്രെഡോ അങ്ങനെ എന്തോ പറഞ്ഞു. രസമുണ്ട് കേട്ടോ. അവൾ നന്നായി മുടിയൊക്കെ കെട്ടിത്തരും. പണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവളെ കൊണ്ടാണ് കണ്ണ് എഴുതിപ്പിക്കുക, മുടി കെട്ടിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ പിന്നെ അവൾ ഇവിടെ ഇല്ല, എറണാകുളത്താണ്.
അപ്പോൾ അങ്ങനെ ഇനി ഫുഡൊക്കെ ഇവിടെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ട് കുഴിമന്തിയാണ് കേട്ടോ. എടുത്ത് വെച്ചതിന് ശേഷം കാണിച്ചത് കുഴിമന്തി ഉണ്ട്, അൽഫാം. ഇത് 2 ടൈപ്പ് ഒരു അൽഫാം അല്ലേ, 2 ടൈപ്പ് അൽഫാം ഉണ്ട്. പിന്നെ എന്താ ഇവിടെ മയോനൈസും സോസുകളും 7up ഉണ്ട്. നോർമൽ റൈസ് വേറെ ഉണ്ട് കേട്ടോ, അത് വേണ്ടവർക്ക് അത് കഴിക്കാം. അങ്ങനെ ഞാൻ അതാ പോയിട്ട് വീട്ടിലിടുന്ന പോലത്തെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്ക് നൈറ്റ് ഞാൻ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാട്ടോ, റിതു സ്കോച്ചർന്നോ അങ്ങനെ എന്തൊരു പേജിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലതാട്ടോ. 150 രൂപ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഷിപ്പിംഗ് ചാർജൊക്കെ കൂട്ടി 220 അങ്ങോട്ടായി. അങ്ങനെ ഇതാ നമ്മൾ കുഴിമന്തിയും അൽഫാമൊക്കെ കൂടി ഇരുന്ന് കഴിക്കാം കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ. ഇപ്പോൾ എല്ലാവരും ഓരോ കസിൻസൊക്കെ ഓരോരോ സ്ഥലത്തായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കിട്ടൽ കുറവാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം ബെഡ്റൂമിൽ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഹാളിലേക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും സമയം ഒരു 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ കുടിക്കാണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പരിപ്പ് കടിയും പിന്നെ പപ്പടവട എന്നാണ് കേട്ടോ ഇവിടെ പറയുക, വേറെ സ്ഥലത്ത് എന്താ പറയാമെന്നറിയില്ല. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഈ പുറം ചൊറിയാനൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഇത് വലിച്ചൻ്റെ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ TV സ്റ്റാൻഡിൻ്റെ മുകളിൽ അമ്മേച്ചിയുടെയും ദത്തേട്ടൻ്റെയും കല്യാണ ഫോട്ടോ ഉണ്ട്. ഇത് താലിക്കെട്ടിൻ്റെ സമയത്ത് എടുത്താട്ടോ, മറ്റത് കല്യാണത്തിന് ഓട്ടുകൊടുത്തി പോയതിന് ശേഷത്താണ്. പിന്നെ ഇതാ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വട്ടത്തെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ദത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ദത്തേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം ഈ മുറ്റത്ത് സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അമ്മയും വലിയമ്മയൊക്കെ കൂടി അവിടെ പോയിട്ട് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പല പ്ലാവിനെ പറ്റിയിട്ടും മാവിനെ പറ്റിയിട്ടും വാഴേനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മേച്ചിയും കൂടി അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട് കേട്ടോ. അവർ ഭയങ്കര സംസാരമായിരുന്നു. ഞങ്ങളിത് അവിടെ അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. ഒരു പൂച്ച വരും, അത് പ്രസവിക്കും, വീണ്ടും കുറേ കുഞ്ഞുങ്ങളാവും, അങ്ങനെ അവരെ നോക്കും. അങ്ങനെ എങ്ങനെയാട്ടോ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ. ഈ പൂച്ച ഇപ്പോൾ പ്രഗ്നൻ്റാ തോന്നുന്നു. ബാഗുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ പൂച്ചകളെ കളിപ്പിക്കാൻ. ഇത് നമ്മുടെ അമ്മേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ, ദത്തേട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ട് കുമ്പിളപ്പം എന്നാ പറയാൻ തോന്നുന്നു. പുഴുങ്ങിയെടുത്തിട്ടുള്ളൊരു സംഭവമായിട്ട്, ഉള്ളിൽ ശർക്കരയും തേങ്ങയും അങ്ങനെയൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 7 മണി ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആദ്യം തൊട്ടപ്പുറത്തൊരു പാടുണ്ട്, അവിടേക്ക് പോകാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ പ്ലാൻ ചെറുതായിട്ട് മാറ്റേണ്ടി വരുന്നു. കാരണം ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഒരു 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് പെരുമ്പിലാലുള്ള വിദ്യാലോകം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് കേട്ടോ. ഇതിവിടെ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ടാവും തോന്നുന്നു. ഇനി അതിൽ കൂടുതലായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആർട്ടിഫിഷ്യൽ മിസ്റ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒരു വൈകുന്നേരം വന്ന ഫോട്ടോസൊക്കെ നന്നായി എടുക്കാൻ പറ്റും തോന്നുന്നു. പക്ഷേ ഈ ഇരുട്ടത്ത് വന്നാലാണ് നമുക്ക് ആ മിസ്റ്റിൻ്റെ നല്ല അപ്പിയറൻസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നല്ലൊരു എസ്തറ്റിക് വൈബുള്ള സ്ഥലമാണ്. പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകും കേട്ടോ. കാരണം പണ്ടത്തെ ഒരു 80കളിലും 75കളിലൊക്കെ സിനിമയുടെ പോസ്റ്റേഴ്സ്, അതേപോലെ പണ്ടത്തെ ചായക്കടകൾ, പിന്നെ പണ്ടത്തെ സിനിമ ടോക്കീസ് ഉണ്ടല്ലോ, അതേപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ പലചരക്ക് കട പോലെ അങ്ങനെയൊക്കെ നല്ല നല്ല രസത്തിലാട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ഏറുമാടം പോലെ അതിന് മുകളിൽ കയറിയിരുന്ന് കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതാ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് എവിടെ ഇരിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കിണർ പോലെ, പണ്ടത്തെ കിണറുണ്ടല്ലോ അങ്ങനത്തെ ഒരു കിണർ പോലെയാണ്. അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. ഇപ്പം ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല.
പിന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. പിന്നെ പണ്ടത്തെ പോസ്റ്റ് ഓഫീസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ നടന്ന് കാണാനുണ്ട്. ഇവിടെയൊക്കെ നടന്നു കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സാവധാനം കഴിക്കാനിരിക്കാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പണ്ടത്തെ ഈ ചായക്കടയിലൊക്കെ ഉണ്ടാവില്ലേ, ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ കുറേ സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടി. കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല കുറേ പേര് ഇരിക്കാൻ പറ്റിയൊരു സീറ്റ് കിട്ടണ്ടേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്തതെന്ന് ഞാനിപ്പോൾ മറന്നുപോയി. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇതാട്ടോ അവിടുത്തെ ഫുഡ് മെനു. ഓൾമോസ്റ്റ് എല്ലാ ഫുഡുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞങ്ങൾ വാങ്ങിയത് പാൽ പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ നൈസ് പത്രി ഉണ്ടായിരുന്നു, പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു, പിന്നെ കാട ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബീഫ് പള്ളിക്കറി, അതേപോലെ ചിക്കൻ തേങ്ങ ഒക്കെ വെച്ചുണ്ടാക്കിയ കറി, അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ പോയാലും ഒരു ചായ മുഖ്യം എന്ന് പറയുന്ന പോലെ ഞാനൊരു പാൽ ചായയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ല, അമ്മിക്കല്ലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഇനി ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് കാനഡയ്ക്ക് പോകും കേട്ടോ. വീട്ടിലെത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതമ്മ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേസ്ലെറ്റും പിന്നെ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ മാലയാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലെത്തിയപ്പോൾ സമയം 11 മണിയായിട്ടോ. കുറച്ച് നേരം എത്തിയ പാടെ തന്നെ അമ്മ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഒരു നല്ല ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ കാണിക്കാം എന്താണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. പിന്നെ എന്താ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങണം. 4 ആൾ വീണ്ടും ഡ്യൂട്ടീൻ്റെ ഒരു സൺഡേ വന്നാൽ എങ്ങനെയാണ് പോണേന്ന് പോലും അറിയില്ല കേട്ടോ. ഇന്നെന്തായാലും അടിച്ച് പൊളിച്ചു. ഒരു 2:30 അവിടെ എത്താൻ വേണ്ടിയിട്ട്, എന്നാലും ഉള്ള സമയം ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.